Hello friends, welcome to Jaicy's Creative Designs. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാവുന്ന ഒരു കുർത്തി ഡിസൈൻ ആണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഫെദർ സ്റ്റിച്ചും ഫ്രഞ്ച് നോട്ട്സും പിന്നെ കുറച്ച് ബീഡ്സും ഒക്കെയാണ്. ഞാൻ ഈ ചെയ്ത് കാണിക്കുന്നത് കുർത്തിയുടെ ചെസ്റ്റ് പോർഷനിലാണ്. നമുക്ക് വേണമെങ്കിൽ കുർത്തിയുടെ സ്ലിറ്റിലോ അല്ലെങ്കിൽ നെക്കിലോ ഒക്കെ ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് എല്ലാവർക്കും ചെയ്ത് നോക്കാനായിട്ട്. അതിന് വേണ്ടുന്ന മെറ്റീരിയൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഈ 3 കളറുള്ള ഷെയ്ഡുകളാണ്. നമ്മുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന പോലെ നമുക്ക് ത്രെഡ് യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് വൈറ്റ് ബീഡ്സ് ആണ്. ഇത് സൈസ് നമ്പർ 3 ആണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഈ കാണുന്ന പാറ്റേണിലാണ് നമ്മൾ കുർത്തി ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് കുർത്തിയുടെ നെക്കായിട്ട് വരും. ചെസ്റ്റ് പോർഷനിലാണ് നമ്മൾ വർക്ക് വരുന്നത്. അത് 1 ഇഞ്ച് ഡിസ്റ്റൻസിലാണ് ആ ലൈൻസ് വന്നേക്കുന്നത്. ഞാനിവിടെ 1 ഇഞ്ച് ഡിസ്റ്റൻസിൽ ക്ലോത്തിൽ ലൈൻസ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റിച്ച് ഫെദർ സ്റ്റിച്ചാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നീഡിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് കുത്തിയെടുത്ത് ഇനി അതിൻ്റെ തൊട്ട് അപ്പുറത്തെ വശം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് താഴേക്ക് ആ ലൈനിലേക്ക് നീഡിൽ ഇതേപോലെ കുത്തി കൊടുക്കണം. എന്നിട്ട് ഈ ത്രെഡ് ഈ നീഡിലിൻ്റെ അടിയിലൂടെ എടുക്കുക. എന്നിട്ട് ജസ്റ്റ് വലിക്കുമ്പോൾ അതൊരു വി പോലത്തെ ഷേപ്പിലാണ് വന്നേക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നീഡിലെടുത്ത ഭാഗമില്ല അവിടെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കുത്തി താഴേക്ക് കുത്തണം. അപ്പോൾ അതിനുവേണ്ടി ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ജസ്റ്റ് ഇതേപോലെ കുത്തുക. എന്നിട്ട് താഴേക്ക് ആ ലൈനിലേക്ക് കുത്തുക. എന്നിട്ട് വീണ്ടും ഈ ത്രെഡ് നീഡിലിൻ്റെ അടിയിലൂടെ എടുക്കണം. ഇതേപോലെ എടുത്തിട്ട് നീഡിൽ വലിക്കണം. ഇനി വീണ്ടും നമ്മളിപ്പോൾ എടുത്ത ആ പോയിൻറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വീണ്ടും താഴേക്ക് കുത്തണം. ആ ലൈനിലേക്ക് കുത്തുക. അങ്ങനെ നമ്മൾ ഈ ലൈൻ കംപ്ലീറ്റ് ഇതേപോലെ താഴെ വരെ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിവിടെ ഫെദർ സ്റ്റിച്ച് ചെയ്ത് താഴെ വരെ വന്നു. ഇനി നമ്മൾ അതിൻ്റെ എൻഡിങ്ങിൽ 3 സ്ട്രേറ്റ് സ്റ്റിച്ചസ് കൊടുക്കുകയാണ്. ആദ്യത്തേന് കുറച്ച് ലെങ്ത് ഉണ്ടാവും. പിന്നെ 2 എണ്ണം വരുന്നത് അതിനേക്കാളും ചെറുതായിരിക്കും. അപ്പം അങ്ങനെ 3 സ്ട്രേറ്റ് സ്റ്റിച്ചസ്. ഇനി ഞാൻ ഈ ഫെദർ സ്റ്റിച്ചിൻ്റെ ബ്രാഞ്ചസിലെല്ലാം ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്രഞ്ച് നോട്ട് ഓൾട്ടർനേറ്റ് കളേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ റെഡ് വെച്ചിട്ടാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ റെഡ് ചെയ്യുമ്പം ആദ്യത്തെ ഫ്രഞ്ച് നോട്ട് ഈ ഒരു പോയിന്റിലാണ് ഞാൻ എടുത്തത്. ഇനി ചെയ്യുന്നത് എൻ്റെ തൊട്ടപ്പുറത്ത് ഈ ഒരു വൈ പോലെ വന്നില്ലേ, ഇവിടെയാണ് നെക്സ്റ്റ് ഫ്രഞ്ച് നോട്ട് വരുന്നത്.
അടുത്ത ഫ്രഞ്ച് നോട്ട് വരുന്നത് ഇതിൻ്റെ നേരെ മുകളിലെ ആ ബ്രാഞ്ചില്ലേ, അവിടെയാണ് നമ്മളിനി അടുത്ത ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ ഇവിടെ കൊടുത്തു. ഇനി അതിൻ്റെ ആ വൈ പോലെ വന്നിരിക്കുന്നത് അവിടെയാണ് ഇനി നെക്സ്റ്റ് വരുന്നത്. അങ്ങനെ നമ്മൾ ഈ ബ്രാഞ്ചസിൽ കംപ്ലീറ്റ് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുവാണ്. അത് ആദ്യമേ റെഡ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മൾ യെല്ലോ വെച്ചിട്ടും പിന്നെ ബീഡ്സ് വെച്ചിട്ടും ചെയ്യുന്നുണ്ട്. 3 കളേഴ്സാണ് അപ്പോൾ വരുന്നത്. ഇനി നമ്മൾ യെല്ലോ വെച്ചും ഇതേപോലെ ഫ്രഞ്ച് നോട്ട്സ് ചെയ്തെടുക്കുവാണ്. ഞാനിവിടെ റെഡ് ഫ്രഞ്ച് നോട്ടും അതുപോലെ യെല്ലോ ഫ്രഞ്ച് നോട്ടും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഓരോ ബ്രാഞ്ചിൽ കൂടെ വരാനുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വൈറ്റ് പേൾസാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഈ ചെറിയ പേൾസ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ബ്രാഞ്ചസിൽ വെച്ച് കൊടുക്കുവാണ്. ഈ പേൾസ് വെക്കുമ്പോൾ ഞാൻ 2 തവണ ത്രെഡ് ഇട്ടിട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പം ഇളകി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. കുർത്തിയുടെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. ചെസ്റ്റിൻ്റെ ഈ ഒരു പോർഷനിലായിരിക്കും വർക്ക് വരിക. പിന്നെ അതേപോലെ നെക്ക് ഈ ഒരു പോർഷനിലും. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം ജെയ്സീസ് ക്രിയേറ്റീവ് ഡിസൈൻസ്. താങ്ക് യു.